വീണ്ടും ചരിത്രം കുറിച്ച് നാസ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് പുറത്ത് നടന്ന സുനിത വില്യംസും നിക് ഹേഗും എക്സ്റേ ടെലിസ്കോപ്പ്, ഗൈറോ അസംബ്ലി എന്നിവയുടെ അറ്റകുറ്റപ്പണിക്കായിരുന്നു ദൗത്യം. 12 വർഷത്തിന് ശേഷമുള്ള നാസയുടെ ബഹിരാകാശ നടത്തമാണ് ഇന്നലെ നടന്നത്. 12 വർഷങ്ങൾക്ക് ശേഷമാണ് നാസ ഗഗനചാരികൾ ബഹിരാകാശത്ത് സ്പേസ് വാക്ക് 91ന്റെ ഭാഗമായത്. ഭാരതീയ വംശജരായ സുനിത വില്യംസും നിക് ഹേഗും ചേർന്ന് ചരിത്ര ദൗത്യം യാഥാർത്ഥ്യമാക്കി. Nick Hague and Sonny Williams, almost an hour into today's spacewalk, will now. Okay, the last one I have to catch up. Let me just do a couple turns on the last one. ന്യൂട്രോൺ സ്റ്റാർ ഇന്റീരിയർ കോമ്പോസിഷൻ എക്സ്പ്ലോറർ എന്ന എക്സ്റേ ടെലിസ്കോപ്പിന്റെ അറ്റകുറ്റപ്പണികൾക്കായിരുന്നു ബഹിരാകാശ നടത്തം. തകർന്ന നക്ഷത്രഭാഗങ്ങളുടെ അകക്കാമ്പ് പരിശോധിക്കുന്ന എക്സ്റേ ടെലിസ്കോപ്പാണ് NICER. ബഹിരാകാശ നിലയത്തിലെ ഗൈറോ അസംബ്ലിയുടെ അറ്റകുറ്റപ്പണികൾക്ക് ഉൾപ്പെടെയായിരുന്നു ചരിത്ര ദൗത്യം. ബഹിരാകാശ നിലയത്തിന്റെ ഗതിയും ഉയരവും നിർണ്ണയിക്കുന്നതിന് പ്രധാന ഘടകമാണ് ഗൈറോ അസംബ്ലി. സുനിത വില്യംസിന്റെ 8ാമത്തെയും നിക് ഹേഗിന്റെ 4ാമത്തെയും ബഹിരാകാശ നടത്തമായിരുന്നു യാഥാർത്ഥ്യമായത്. ഭാരതത്തിന്റെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയിച്ചതിന് പിന്നാലെ ഭാരതവംശജ ബഹിരാകാശത്ത് നടന്നതും യാദൃച്ഛികമായി. സയൻസ് ഡെസ്ക്, ജനം.